ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാർമിക് എനർജിയെ കുറിച്ചാണ്. കാർമിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം, അതായത് നമ്മുടെ പ്രവൃത്തി, എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിക്കൊരു എനർജി ഉണ്ട്. ആ പ്രവൃത്തിക്കൊരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള റിസൾട്ടുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബൈബിളിൽ ഒരു കോട്ടുണ്ട്: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തിന്. നമ്മളുടെ ചിന്തകളിൽ നിന്നാണ് എല്ലാ പ്രവൃത്തിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എല്ലാ പ്രവൃത്തിയുടെയും ഉത്ഭവം ഒരു മനുഷ്യന്റെ ചിന്തയിൽ. അത് നല്ല പ്രവൃത്തിയാണെങ്കിലും ചീത്ത പ്രവൃത്തിയാണെങ്കിലും ചിന്തയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. നമ്മളുടെ തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകൾ പ്ലാൻ ചെയ്തിട്ട് വരും, അതുപോലെ അറിയാണ്ട് വരും. ഏത് രീതിയിലാണെങ്കിലും ആ ചിന്തയിൽ നിന്ന് പ്രവൃത്തി സംഭവിക്കും. അത് കർമ്മം സംഭവിക്കും. നമ്മൾ കർമ്മം ചെയ്യും. അപ്പൊ അത് നല്ല കർമ്മമാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് നല്ലതായിരിക്കും. ചീത്ത കർമ്മമാണെങ്കിൽ അതിന്റെ റിസൾട്ട് നെഗറ്റീവ്. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിരവധിയായിട്ടുള്ള തിന്മകൾ ചെയ്യണമെങ്കിൽ ഈ ഭൂമിയിൽ മരിക്കുന്നതിന് ഉറപ്പായിട്ടും ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അതിന് യാതൊരു സംശയവും. ഒരുപക്ഷെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പലരും ദ്രോഹിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ കർമ്മയൊക്കെ ചെയ്യണ പ്രവൃത്തി ചെയ്യണ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, തോന്നിയ പോലെ ജീവിച്ചാലും മറ്റുള്ളവർ ദ്രോഹിച്ചാലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഉറപ്പായും ഓരോരുത്തർ ചെയ്യുന്ന പ്രവർത്തിക്കുത്തുള്ള ഫലം ഈ ഭൂമിയിൽ നിന്ന് മരിക്കണതിന് മുമ്പ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുന്നുള്ളതാണ്. ആ അവരനുഭവിക്കുന്ന കർമ്മഫലം, മോശമായിട്ടുള്ള കർമ്മഫലം ഒരുപക്ഷെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം പലർക്കും ചിലപ്പോൾ മെന്റലി ഉള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ട് തകർന്ന അവസ്ഥകൾ, ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാരുടെ മുമ്പിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. മാനസികമായിട്ട് അത്രയും അതപ്പതിച്ചൊരു ലൈഫ് നേടി കഴിഞ്ഞ ലൈഫ് അതൊന്നും ഒരിക്കലും നമുക്ക് വിഷ്വലിൽ കാണാൻ പറ്റും. അപ്പൊ കർമ്മ ആ രീതിക്കും വരും. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ, അത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ പട്ടിണിയും ദാരിദ്ര്യവും ആയതുകൊണ്ട് തന്നെ റിച്ചാണെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഒരു ലൈഫായിരുന്നു എൻ്റെ കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നത്. അതെങ്ങനെയും കണക്കാക്കി. അതുകൊണ്ട് തന്നെ 18 വയസ്സാകാൻ കാത്തിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങുന്നതെല്ലാം പൊന്നാവുന്നത് പോലെ ഞാൻ ചെയ്ത ബിസിനസ്സുകൾ വളർന്നു. ഷിപ്പിംഗ് കമ്പനി ഉണ്ടായിരുന്നു, അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നു, പലിശയ്ക്ക് പണം കൊടുക്കലുണ്ടായിരുന്നു, ഫുഡ് പ്രൊഡക്റ്റ് സപ്ലൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രോഗ്രാംസ് ചെയ്യുന്ന ഏജൻസി ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊന്നും നല്ലൊരു ഇൻകം എനിക്കുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ ഫണ്ടും കൂടി കുറെ അധികം റോൾ ചെയ്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിലായിരുന്നു. ഒരു ചുറ്റി ഇതിനകത്തുള്ള ഫണ്ട് റോൾ ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ എൻ്റെ ലൈഫ് പോയിരുന്നു. പക്ഷെ എന്നാൽ കൂടി അത് ഒരു പ്ലെന്റി ഓഫ് മണി എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ, സുഖ സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും ഉയർന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നിൽ അഹങ്കാരം വന്നു. അങ്ങനെ എൻ്റെ കർമ്മ വളരെ മോശമായി. ഒരു മനുഷ്യനെയും ഞാൻ അംഗീകരിക്കാറില്ല. ഒരു മനുഷ്യനോട് ഒരു വിലയില്ല. ഞാനാണ് ഏറ്റവും വലിയ ആള്, എന്നെ കൊണ്ട് എന്ത് സാധ്യമാവും, ഞാൻ വിചാരിച്ചത് എന്തും നടക്കും. അതായത് ആർക്കും എൻ്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയധികം അഹങ്കാരം പണം കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും ഞാൻ തെറ്റായ കർമ്മ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഭവിഷ്യത്തുകളോ അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം മോശമായിട്ടുള്ള കർമ്മയിലൂടെ പോകുന്ന വ്യക്തിയാണെന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നു. ഏതൊരു മനുഷ്യനും അവൻ തെറ്റായ കർമ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ തെറ്റിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവില്ല. തെറ്റായ കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും വേറൊരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത്. നമ്മളുടെ വാക്കുകളുണ്ട്, പ്രവർത്തികളുണ്ട്, വേറൊരാളെ ഡീപ്പായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തിന്മയാണ്, തെറ്റായ കർമ്മം. ആ കർമ്മഫലം ഉറപ്പായിട്ടും നമ്മൾ അനുഭവിച്ചിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു കർമ്മ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും അതിൻ്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കിയില്ല. അതൊരു നിസ്സാര കാര്യമായിട്ടായിരിക്കും നമ്മൾ അന്നേരം ആലോചിക്കുന്നത്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മളുടെ ആ കർമ്മയുടെ ആ അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആരോടാണ് നമ്മൾ അങ്ങനെ പെരുമാറിയത്,
അവരുടെ മാനസികാവസ്ഥയിൽ അത് വളരെയധികം മുറിവ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരതിൽ നിന്ന് വളരെയധികം നീറ്റൽ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വേദനയുടെ ഡെപ്ത് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ചെയ്ത ആ പ്രവൃത്തിയുടെ ഡെപ്ത് നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് നിസ്സാരമായി തള്ളിക്കളയും. അപ്പൊ ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള കർമ്മ പ്രവൃത്തി പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഡെപ്ത് വന്നിരിക്കും. ആ കർമ്മ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചടിച്ചിരിക്കും ഏതൊരു മനുഷ്യനും. അപ്പൊ ഞാൻ എൻ്റെ ഉദാഹരണത്തിലേക്ക്, എൻ്റെ എക്സ്പീരിയൻസിലേക്ക് തന്നെ ഒന്ന് പോവുകയാണ്. എൻ്റെ ആ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അത്രയധികം അഹങ്കാരിയായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ വീട്ടുകാരോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും മെന്റലി എനിക്ക് യാതൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളൊരു അഹങ്കാരം നിറഞ്ഞ വിശ്വാസത്തിലുള്ള ലൈഫായിരുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു മിനി ബസ് ഞാൻ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയും എൻ്റെ കൈ ഒടിഞ്ഞ് പീസായി നിരവധി പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റായി. പിന്നീട് 6 മാസം വീട്ടിൽ അറസ്റ്റായി. അവിടെ നിന്ന് തുടങ്ങി ഞാൻ ചെയ്ത തെറ്റായ കർമ്മയുടെ ഫലം. ആ കിടപ്പിലായ അവസ്ഥയിൽ ഞാൻ വളരെയധികം മോശമായിട്ട് പെരുമാറിയുള്ള ആൾക്കാരാണ്. ഞാൻ പലിശ പണം കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ. എന്ത് തന്നെയാണെങ്കിലും ഈ മോശം പെരുമാറ്റത്തിന്റെ ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുപോലെ അവരെല്ലാവരും തന്നെ എനിക്കെതിരായി എന്നുള്ളതാണ്. ചിട്ടിയിലുണ്ടായ ആൾക്കാർ, കുറിയിലുണ്ടായ ആൾക്കാർ, പലിശ പണം ഇടപാട്, ബിസിനസ് ഡീലിംഗ്, ഇവരെല്ലാവരും അവരുടെ ഫണ്ട് ഞാൻ ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ മൂലം ഇവര് ചിട്ടിയിലിറക്കിയ ഫണ്ട് റിട്ടേൺ ചോദിക്കുകയും കുറെ അധികം ആൾക്കാർക്ക് കൊടുത്തു. പക്ഷെ എല്ലാവരും അത് പറഞ്ഞറിഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഫണ്ടൊക്കെ ബിസിനസ്സിലൊക്കെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ ഷോർട്ട് വന്നു. അങ്ങനെ വലിയൊരു കടക്കിണിയിലേക്ക് ഞാൻ പോയില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോഴും എനിക്ക് നന്നായി അറിയാം എൻ്റെ ആ കടക്കിണി വരുന്നതിന് മുമ്പുള്ള ചിന്താഗതി, എൻ്റെ ചിന്തയിൽ അഹങ്കാരം നിറഞ്ഞ ചിന്തകൾ, മറ്റുള്ളവർക്കൊരു വാല്യം കൊടുക്കാത്ത ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും നമ്മളെ റെസ്പെക്ട് കൊടുക്കണം, ഏതൊരാളെ അംഗീകരിക്കണം. ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. കാരണം ആ തെറ്റായ കർമ്മയുടെ കർമ്മഫലം അനുഭവിച്ച ആളാണ്. ആ കടക്കണി ആത്മഹത്യയുടെ വക്കിൽ എത്തുന്നില്ല. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്തു, നാട് വിട്ടു പോയി. അങ്ങനെ പല രീതിയിലുള്ള ദുരനുഭവങ്ങളുമുണ്ട്. നാട് വിട്ട് ഒരു 1-2 മാസത്തോളം ഞാൻ പല സ്ഥലത്ത് അടങ്ങിയിരുന്നതാണ്. അവിടെ നിന്ന് തന്നെ തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം തിരിച്ചു വന്നപ്പോൾ ഞാൻ പിന്നെ പാളിസായല്ല. 200-ന് മേലെ ആൾക്കാർക്ക് ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ടാവും. അവരുടെ എല്ലാം ടോർച്ചറിങ്. ഞാൻ അത്ര അധികം അഹങ്കരിച്ചു, അത്ര അധികം അതിന്റെ 10 അത്ര അധികം എൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി എന്ന് പറയുന്നത് അത്രയും ഞാൻ ആ ചെയ്ത കർമ്മഫലം അനുഭവിക്കുന്നു. എൻ്റെ അഹങ്കാരത്തിന്റെ കർമ്മം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അഹങ്കാരം വരുമ്പോൾ ഒരിക്കലും നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ റൈറ്റാണെന്ന് നമ്മൾ ധരിക്കും. നമ്മളുടെ നല്ലൊരു കുറവുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു മിസ്റ്റേക്കും ഇല്ല, ഞാൻ ചെയ്യണതല്ല റൈറ്റാണെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഈ അഹങ്കാരം അനുഭവിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ. എൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ വന്നു, എല്ലാം നഷ്ടപ്പെട്ട് തെണ്ടി ഒരു വാല്യൂ ഇല്ലാണ്ടാവും. എല്ലാവരും എന്നെ ഒഴിവാക്കി. വൈഫ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. അതുകൊണ്ട് മാത്രം അവര് ഒരു പ്രത്യേക അവസ്ഥയിൽ കഴിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരെല്ലാം പറഞ്ഞു. അത് അത്രയും എൻ്റെ അഹങ്കാരത്തിന്റെ ഡെപ്ത്. ആ സമയത്ത് ആൾക്കാർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവന് വലിയ ഭാവമായിരുന്നു, അവൻ്റെ സംസാരം പ്രവർത്തി അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു. അപ്പൊ അത്രയും ഞാൻ ചെയ്ത കർമ്മങ്ങൾ ഡെപ്ത്, കർമ്മഫലം അനുഭവിച്ചതിനാണ് ഞാൻ കുറെ അധികം എക്സ്പീരിയൻസ് ആകും ഈ കാർമിക് എനർജിയെ കുറിച്ച്. പിന്നീടുള്ള എൻ്റെ ലൈഫിൽ, അതായത് ആത്മഹത്യ മൈൻഡ് എല്ലാം പോയി. രണ്ടാമത് എനിക്ക് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു. കാരണം ഞാനൊരു ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് സൈക്കോളജി, മിസ്മറിസം, ഹിപ്നോട്ടിസം, നേരിട്ടുള്ള സൈക്കോളജി പഠിക്കുക തന്നെ ഉണ്ടായിരുന്നു 3 വർഷം. ഇത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് വിജയിച്ചത്. പക്ഷേ ഈ കാർമിക് എനർജിയെ കുറിച്ച്, നെഗറ്റീവ് എനർജിയെ കുറിച്ച് എനിക്ക് ഭയങ്കര ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർമിക് എനർജി എന്നെ തിരുത്തി. പക്ഷെ പിന്നീടുള്ള അനുഭവത്തിൽ നിന്ന്
ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി, എൻ്റെ തെറ്റുകളും കുറവുകളും പോരായ്മകളും എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ തന്നെ നല്ല രീതിയിലാണ്, അതായത് എൻ്റെ ചിന്തകളും എൻ്റെ കർമ്മയും നല്ലതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നിരന്തരമായ ശ്രമത്തിലേക്ക് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, മനസ്സിലുള്ള ചിന്തകളില്ല നല്ലതായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ കാര്യമാണ് ഏത് നാളെയും ജീവിതത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ലൈഫ് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും എൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ഒരു റീസ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ രണ്ടാം ജന്മം എന്ന് പറയുന്ന ആ ജീവിതം, അവിടെ ഞാൻ എൻ്റെ ചിന്തകളും കർമ്മയും നല്ലതാക്കാനുള്ള നിരന്തരമായ ശ്രമം മൂലം ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർ, കടബാധ്യത അനുഭവിക്കുന്നവർ, തകർന്നവരൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും കോൺഫിഡൻ്റ് ആക്കുകയും ചെയ്തു. കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവെച്ചുകൊണ്ട് അവരെ പവറാക്കി. അങ്ങനെ ആ നല്ല കർമ്മ ചെയ്തു തുടങ്ങിയപ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആ നല്ല കർമ്മയുടെ റിസൾട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലാതെ തെണ്ടേണ്ട അവസ്ഥയിൽ പോയിരുന്നു എനിക്ക് തെണ്ടിയ ആളാണ്. അതിൽ നിന്ന് എൻ്റെ ചിന്ത, ഞാൻ നേരത്തെ പറഞ്ഞു, ചിന്തയിൽ നിന്നാണ് കർമ്മ സംഭവിക്കും. നല്ല ചിന്തകളിൽ നിന്ന് നല്ല കർമ്മമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനൊരു 2-3 വർഷത്തിൽ കൊണ്ടാണ് നല്ല കർമ്മ ചെയ്യുന്നൊരു ലൈഫ് സ്റ്റൈലിലോട്ടായത്. അങ്ങനെ ഞാൻ ഒരു ചെറിയ ബിസിനസ് ചെയ്ത് ആ ബിസിനസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തു. എനിക്കൊരു സ്ഥാപനമുണ്ട്, ഹൗസ് കീപ്പിങ്ങിൻ്റെ ഒരു സ്ഥാപനം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒരു സോഷ്യൽ സർവീസ് പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുടെ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത ആ പ്രവൃത്തി വളർന്ന് പന്തലിച്ചു. അങ്ങനെ സർട്ടിഫൈഡ് കോഴ്സ് സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ പഠിച്ചു. കാരണം ഞാൻ പിന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളായി മാറി. പിന്നീട് അത് അപ്ഡേറ്റ് ആയി. അതിന് നിരവധി അപ്ഡേഷൻസും അതുപോലെ റിസർച്ചുകളും നല്ല കാര്യങ്ങളും പഠിക്കും. ഒരു മനുഷ്യൻ എങ്ങനെ ഇതുകൊണ്ട് പരാജയപ്പെടുന്നു, അവരെ എങ്ങനെ ഇനിയും പവർഫുള്ളാക്കാം, മീൻസ് ഒരു ട്രെയിനിങ്ങിലൂടെ എങ്ങനെ തകർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കുന്ന ഒരാൾ, കടക്കണിയിലുള്ള ആൾ, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം അനുഭവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പ്രേമനൈരേഷൻ, ഏത് രീതിയിലുള്ള അവസ്ഥയിൽ പോണ ഒരാളെ എങ്ങനെ ജീവിതത്തിൽ പവറാക്കിക്കൊണ്ടുവരാം എന്നുള്ള ഒരു റിസർച്ചിലൂടെ പിന്നീട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പേഴ്സണൽ മൈൻഡ് പവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. യൂണിവേഴ്സൽ പവർ, ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ തമ്മിൽ കണക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്ന സിസ്റ്റം, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ജീവിതത്തിൽ നല്ല കർമ്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനായി ശ്രമം നടത്തിയപ്പോൾ ഞാൻ ചെയ്ത കർമ്മഫലം നല്ലതായി മാറി. ഇന്നെൻ്റെ ജീവിതത്തിലെല്ലാം എല്ലാ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഗിഫ്റ്റഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് ഞാനൊന്നും നേടിയതായിട്ട് വിശ്വസിക്കുന്നു. എല്ലാം പവറാണ്, യൂണിവേഴ്സൽ പവർ. ആ പവർ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്താൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കർമ്മ നല്ലതായിരിക്കും. എൻ്റെ തെറ്റായ കർമ്മയുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ തോന്നുകയില്ല, അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്നുള്ളത്. നമ്മൾ വിചാരിക്കുകയില്ല അത് ഞാൻ റൈറ്റാ, അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ അത് തന്നെയായിരിക്കും നമ്മളുടെ എല്ലാ തടസ്സവും. നമ്മൾ സക്സസ് ആകാത്തതിനും നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റി ജീവിക്കാത്തതിനും മെയിൻ കാരണം നമ്മളുടെ കാർമിക് എനർജിയാണ്. കാർമിക് എനർജി നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ മൊത്തം നെഗറ്റീവ് റിസൾട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് നിരവധിയായ തെറ്റായ കർമ്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു, നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. നമ്മളെ ചിന്തകളും പ്രവൃത്തിയും സംസാരവും എല്ലാം മറ്റുള്ളവർക്ക് ഒരു ഇമ്പമേകുന്നതാകാൻ അല്ലെങ്കിൽ വെറുപ്പിക്കുന്നതാകാതെ അവർക്ക് ഒരു സന്തോഷം തരുന്നതാകാൻ കഴിയുന്ന രീതിയിൽ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസാരവും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് അരോചകമാകാതെ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി ഒരാളെ വേദനിപ്പിക്കാത്ത രീതിയിലാകാം നിരന്തരമായി ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമുള്ളൂ. അതായത് നമ്മൾ ധരിക്കണ പോലെ നല്ല രീതിയിൽ ജീവിച്ചാൽ ഒരു കാര്യമില്ല, നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്കൊരു സക്സസ് ആകൂല എന്നൊക്കെ നമ്മൾ ധരിക്കണമെങ്കിൽ തെറ്റാണ്. അപ്പം നമ്മുടെ അറിവില്ലായ്മ,
റിയൽ ആയിട്ടുള്ള നമ്മളുടെ അകത്തുള്ള സബ് കോൺഷ്യസിന്റെ പവർ എന്താണെന്ന് നമുക്കറിയില്ലാത്തതാണ്. ഈ യൂണിവേഴ്സൽ പവർ എന്താണെന്ന് അറിയില്ല, കാർമിക് എനർജി എന്താണെന്ന് അറിയില്ല. ഇതെല്ലാം കൂടി ഒത്തുചേർന്ന ഒരു വലിയ വേൾഡാണ് ഈ പവറിന്റെ വേൾഡ്. അപ്പൊ നിങ്ങളുടെ ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ കർമ്മ നെഗറ്റീവ്, പ്രവൃത്തി അതനുസരിച്ച് നെഗറ്റീവായി ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ ചിന്ത പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ കർമ്മം പോസിറ്റീവ്, നിങ്ങളുടെ ജീവിതവും പോസിറ്റീവായി. അപ്പൊ എപ്പോഴും തുടങ്ങേണ്ടത് മനസ്സിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ്. നല്ല ചിന്തകളായിരിക്കും. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ എന്നാലും ആ നെഗറ്റീവ് ചിന്തകളെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഭാവിയിൽ അച്ചീവ് ചെയ്യാൻ കഴിയും നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഈ ഭൂമിയിൽ. അതിനൊരു പണമോ വിദ്യാഭ്യാസം എക്സ്പീരിയൻസ് ഒന്നും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മം നല്ലതായിരിക്കാൻ ശ്രമിക്കുക, ചിന്ത നല്ലതായിരിക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.